നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമൂലം ഹെയർ കൺസാലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? സന്തോഷം. ടിപ്സ് എല്ലാം എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ആ ഗുളികയുടെ പേര് എഴുതാൻ പറഞ്ഞു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിക്കോളാം കേട്ടോ. ലക്ഷ്മി വിലാസ് രസം. അത് ഈ വെറ്റില, തുളസി, പിന്നെ പനിക്കൂർക്കടല 3 കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഏതാണോ കിട്ടുന്നത് അതിൽ നീരെടുത്തിട്ട് 2 എണ്ണം വീതം അരച്ച് ചേർത്ത് കഴിക്കാം കേട്ടോ. 2 നേരം കഴിക്കാം. കൂടുതൽ കഫക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് 3 നേരം കഴിക്കാം കേട്ടോ. തൊണ്ടയിലുള്ള കഫക്കെട്ടിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഗെയിൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും ഞാൻ പറയാം കേട്ടോ. കുട്ടികൾക്കാണോ വലിയവർക്കാണോ എന്ന് അറിയില്ലല്ലോ. നേന്ത്രപ്പഴം, നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വെയിറ്റ് ഗെയിൻ കൂട്ടാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ ഡെയിലി ഷാർജ മിൽക്ക്, അതായത് പാലിൽ പഴങ്ങൾ അടിക്കുക, കശുവണ്ടി, കപ്പലണ്ടി, ബദാമോ ചേർത്ത് അരച്ച് ഡെയിലി കൊടുത്താൽ വെയിറ്റ് ഗെയിൻ കിട്ടും. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും നല്ലതാണ് കേട്ടോ. പിന്നെ പഴങ്ങൾ, ഫ്രൂട്ട്സ്, ആപ്പിള് ഒക്കെ നല്ലതാണ്. പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഡെയിലി ഈ നേന്ത്രപ്പഴം, പഴുത്ത നേന്ത്രപ്പഴം ഡെയിലി കഴിച്ചോളൂ കേട്ടോ. കൂടാതെ ഇതും ഈ മിൽക്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അടിച്ചിട്ടുള്ളത് കഴിക്കാം. ഈ ഹൈബിസ്കസിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. മുടിക്ക് പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, മുടിക്ക് ഷൈനിങ്, നല്ല തിളക്കം അതുപോലെ സ്കാൽപ്പ് വൃത്തിയാവാനും, സ്ട്രെങ്തൻ ചെയ്യാനും, ഡാൻഡ്രഫിനെ മാറ്റാനും എല്ലാം, നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനൊക്കെ നല്ല ബെനിഫിറ്റാണ് ഹൈബിസ്കസ് അല്ലേ. അതുപോലെ ഫ്ലാക്സ് സീഡും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാക്സ് സീഡും ഹൈബിസ്കസും കൂടിയുള്ള ഒരു ജെല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിനിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം ഇത് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ നീർപ്പിടുത്തമില്ലാത്തവര്, ഞാൻ നേരത്തെ പറഞ്ഞ ജെല്ലുകളൊക്കെ നമ്മൾ പുരട്ടുമല്ലോ, അതുപോലെ നീർപ്പിടുത്തമില്ലാത്തവർക്ക് ഈവനിങ് ടൈമിൽ മുടി വിടുത്തിയിട്ട് നമുക്ക് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്ത് കെട്ടി വയ്ക്കാം. ഇത് ഒന്ന് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കെട്ടി വയ്ക്കാം കേട്ടോ. അല്ലോ ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് താരനൊക്കെ പോകും കേട്ടോ. താരൻ പോകും, മുടി നല്ല സ്മൂത്ത് ആകും കേട്ടോ. മുടിയുടെ നല്ല സ്മൂത്ത് ആകും. ഇങ്ങനെ എടുത്തെടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ തേക്കുന്ന പോലെ ഓരോന്നും എടുത്തെടുത്ത് നമുക്ക് തേക്കാം. മുടിയില്ലാത്തടത്തൊക്കെ നമ്മളിങ്ങനെ തേച്ച് വരുമ്പോൾ നമുക്ക് ബേബി ഹെയർ വരുന്നത് കാണാം കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം ഇതുപോലെ. ഹൈബിസ്കസും ഫ്ലാക്സ് സീഡും കൂടി എടുത്തിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഉണ്ടാക്കിയല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഹൈബിസ്കസ് ഇട്ടാൽ മതി കേട്ടോ. പൂക്കളിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഇത് തേക്കുമ്പോൾ നല്ല തണുപ്പാട്ടോ, തലയ്ക്ക് നല്ല കൂളിംഗ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ പരത്തുമ്പോൾ മുഴുവനും എടുക്കാം കേട്ടോ. മുഴുവനും ഭാഗത്ത് എടുത്തിട്ട് അതുപോലെ തലമുടിയിലും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ രസം എന്നറിയോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഇതിന്. നന്നായിട്ട് കുഞ്ഞു മുടികളൊക്കെ വരും. നമ്മളിത് ആഴ്ചയിൽ ഒരു 3-4 തവണയൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിറച്ച് മുടി വരും. നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കറ്റാർവാഴയുടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണമുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് ഇതിന് വരാൻ പോകുന്നത്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഫ്ലാക്സ് സീഡ് ചെയ്യുന്ന പോലെ കൂട്ടത്തിൽ ഈ ഹൈബിസ്കസ് കൂടി ഇട്ട് ചെയ്താൽ മതി. പൂക്കളിട്ടിട്ട്
ചെയ്താൽ മതി കേട്ടോ. അരിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും തലമുടിയിലും തലോട്ടിലും മുടിയിലും ഒക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. മുടി ഇതുപോലെ ഹെയർ ഫോൾ കുറയും. സൈക്ലിംഗ് ടൈമിലുള്ള ഹെയർ ഫോൾ വന്നാലും നമുക്ക് പുതിയ പുതിയ മുടി വരാനും ബേബി ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഹൈബിസ്കസ് കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും മെയിൻ കാര്യം ഷാമ്പു ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ അത് കഴിഞ്ഞ് വെറുതെ വാഷ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആണ് വാഷ് ചെയ്ത് കളയണമെങ്കിൽ വെറുതെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മളെ ഷാമ്പു ഉപയോഗിക്കാനേ പാടില്ല. കൂടുതൽ താരം വരുന്നത് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മുടിക്ക് ഡ്രൈനെസ് ആവും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നാണ് താരം വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അതുപോലെ ഈ ഉലുവ തേച്ച് കൊടുക്കുക. അതുപോലെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്നില്ലെങ്കിൽ ഞരടി പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അരച്ചിട്ട് പിന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ നിത്യം ഉപയോഗിച്ചോളൂ. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അത് ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹെയർ ഫോൾ കുറയും. നല്ല റിസൾട്ട് ഉണ്ടാവും. മുടി നന്നായിട്ട് വളരും. ഇത് ഓരോരുത്തർ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുമായിരുന്നു. അത്രയ്ക്കും നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടിപ്സ് കാര്യങ്ങൾ ഓയിലൊക്കെ മാറി 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 അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുടി പിന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടി വളരും, കൊഴിഞ്ഞു പോക്ക് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെയിറ്റൻ ആവാനായിട്ട് പറഞ്ഞു തന്നല്ലോ, ഹെയർ ബാൻഡ് ഇട്ടിട്ട് കിടക്കാം കേട്ടോ. മുടി ഷാമ്പു ഉപയോഗിക്കരുത്, പകരം താളിയിൽ നെല്ലിക്കപ്പൊടി എന്നും പറയുന്ന പോലെ കേട്ടോ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മളുടെ പാർട്ട് നമ്പർ 2 എത്രയും പെട്ടെന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഹെയറിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ നാളെ പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.